ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പും മുരിങ്ങയിലയും വെച്ച് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാവേ. നമുക്കിന്ന് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ ദാൽപ്പരിപ്പില്ലേ, അതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതും പിന്നെ മുരിങ്ങയില നമ്മൾ കഴുകി വൃത്തിയാക്കിയത്, നല്ല ഇല നോക്കി എടുത്തിട്ട് പരിപ്പ് നമ്മൾ കഴുകി അതും ഒരു സവാളയും 2 പച്ചമുളകും കൊടുക്കാനുള്ളതല്ലോ, ഒത്തിരി എരിവ് വേണ്ട. 2 പച്ചമുളകും കൂടി ഇട്ട് കുക്കറിനകത്ത് ഇത് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു 2-3 വിസിൽ കേക്ക്, നല്ലോണം അത് വേവട്ടെ. പരിപ്പൊക്കെ നല്ല ഉടഞ്ഞ് വേവണം. ഒരു 2-3 വിസിൽ കേക്കത്തേക്ക്. ഇത് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതിയേ. ഈ സമയം നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കണം. കടുക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചതും നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കുഞ്ഞുള്ളി അരിഞ്ഞതും വേണമെങ്കിൽ 2 കറിവേപ്പിലയും കൂടി ഇടാവേ. അത്യാവശ്യം ഇല്ല, ഇത് ഇലയായതുകൊണ്ട് ഇടേണ്ട കാര്യമില്ല, എന്നാലും 2 ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം കുറച്ചിട്ടിട്ട്, നമ്മൾ തേങ്ങയോ മറ്റൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. അതുകൊണ്ട് കുറച്ച് നല്ല ചെറിയ ജീരകം കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. നമ്മൾ എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ എരിവ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ 2 ചെറിയ വറ്റൽമുളക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പൊട്ടിച്ചൊന്നും ഇടണ്ട, കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ടതുകൊണ്ടും എരിവ് കൂടുതൽ പോവും. അതുകൊണ്ട് അതൊന്നും ചേർക്കണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഉഴുന്ന് പരിപ്പ് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഒരു 5-6 ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന ഒരു രസം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇല പറിച്ച് വെച്ചിരിക്കുന്ന ഇലയൊന്ന് അതിനകത്തോട്ട്, ഇല എളുപ്പം വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോഴേക്കും എന്താണ് സാധനം വെന്ത് കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ, പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ചൂടായിരുന്നു കേട്ടോ. നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും എടുത്ത് അതിലോട്ട് കുറേശ്ശെ തട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് വേണമെന്ന് ആ ടൈമിൽ ചേർത്ത്. നമ്മളിത് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കുറുകിപ്പോവും കേട്ടോ. ഒരുപാട് ഇതാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറുകിയിരിക്കും. അതുകൊണ്ടൊരു ശകലം വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ല ഉടഞ്ഞിരിക്കട്ടെ, നല്ലോണം ഉടച്ച് തന്നെ ഇതെടുക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഒന്നും കൂടെ അങ്ങ് കുറുകും. ഇപ്പം നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. നല്ല വേവിക്കട്ടെ. അത് അതിൽ കടന്നൊന്നുകൂടെ തിളച്ച് നല്ലോണം വേവട്ടെ. തിളയ്ക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല, നല്ല തിളപ്പിച്ച് തന്നെ എടുക്കുക. നല്ലോണം നമുക്ക് ഇത് ഉടച്ച് തന്നെ എടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്കൊരു ശകലം കായപ്പൊടി, ഒത്തിരി വേണ്ട, നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഒരു നുള്ള് കായപ്പൊടി ഒന്നിട്ടുവാണ്. ഒരുപാട് ചേർക്കണ്ട, ഒരു നുള്ള് ചേർത്താൽ മതി കേട്ടോ. ഒരു മണത്തിനാണ് നല്ലതാട്ടോ. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. എൻ്റെ ചീര കൂട്ടാത്ത മക്കൾ ഇത് ഇങ്ങനെ ചെയ്തപ്പം അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ശകലം നെയ്യ്, ഒരുപാട് ചേർക്കണ്ട, കാരണം നെയ്യുടെ ഒരു മണം മുന്നേ നിൽക്കും. അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട, ഒരു ശകലം നെയ്യ്. അതുകൊണ്ട് ഇത്രയും ഇപ്പം തന്നെ തിക്കായി. ഇനിയിപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ അതിലും തിക്കാവും. നമ്മൾ വെള്ളം അനുസരിച്ച് ചേർക്കണം കേട്ടോ. അതിനനുസരിച്ച് വെള്ളം ചേർക്കാവും കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവരുത് കേട്ടോ. ആ രീതിയിൽ എടുക്കണേ. ഇതിപ്പം നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആ നെയ്യ് ചേർക്കുന്നത് ഒരുപാട് ചേർക്കരുതേ, ഒരു ശകലം ലാസ്റ്റ് നമ്മൾ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് വേണമെങ്കിൽ പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രാത്രി ഇത് ചപ്പാത്തിയുടെ കൂടെ ഞങ്ങളായിരുന്നു കഴിച്ചത് കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ മുരിങ്ങയില ഞാനൊന്ന് അരിഞ്ഞിട്ടില്ല, പക്ഷെ അരിഞ്ഞിട്ടിരുന്നെങ്കിൽ ഇതിലും
നല്ലോണം അത് അതിനകത്ത് അങ്ങ് ഇതായിപ്പോയേനെ. പക്ഷേ നമ്മൾ ചീരയൊക്കെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് അരിഞ്ഞിടണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.